നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ചൊവ്വാഴ്ചയും കോവിഡ്-19 ബാധിച്ചുള്ള മരണമില്ല. കോവിഡ് മരണമില്ലാത്ത തുടർച്ചയായ 4ാം ദിവസം കൂടി യുഎഇ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 227 പേർ കൂടി രോഗമുക്തരായി ആശുപത്രി വിടുകയും ചെയ്തു. ഇതോടെ 55,90 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. 30,000 പേരിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് 189 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ 5,911 പേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത്. ആകെ മരണം 351. ആകെ രോഗികൾ 61,352. തിങ്കളാഴ്ച 164 പേരിൽ മാത്രമായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ 1,635 പേർ കൂടി സുഖം പ്രാപിച്ചു. 1,342 പേർ കൂടി രോഗബാധിതരായി. 35 പേരാണ് രോഗം ബാധിച്ചു മരിച്ചത്. ആകെ മരണം ഇതോടെ 2,984 ആകെ രോഗബാധിതർ 2,81,435 ഉയർന്നു. ഇതിൽ 2,43,688 പേർ രോഗമുക്തി നേടി. 34,763 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരിൽ 1,983 പേരുടെ നില ഗുരുതരമാണ്. ഖത്തറിലും ചൊവ്വാഴ്ച കോവിഡ് മരണമില്ല. 252 പേർ സുഖം പ്രാപിച്ചു. ആകെ സുഖം പ്രാപിച്ചവർ ഇതോടെ 1,08,254 ഉയർന്നു. ആകെ മരണം 177. പുതുതായി 216 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു. 3,107 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 390 പേർ ഗുരുതരാവസ്ഥയിലുമാണ്. കുവൈറ്റിൽ 587 പേരാണ് സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടത്. 4 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മരണം ഇതോടെ 465 475 പുതിയ കേസുകൾ സ്ഥിരീകരിക്കുകയുണ്ടായി. ആകെ രോഗികൾ 68,774. ആകെ രോഗമുക്തി 60,326. ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 8,000 പേരാണ്. അതിൽ 131 പേരുടെ സ്ഥിതി ഗുരുതരമാണ്. ബഹ്റൈനിൽ 341 പേർ കൂടി രോഗമുക്തി നേടി. ആകെ രോഗമുക്തർ ഇതോടെ 39,007 ഉയർന്നു. 3 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 150. 299 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു. 2,678 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 48 പേരുടെ നില ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ യുഎഇയിൽ കോവിഡ്-19 ചട്ടലംഘനങ്ങൾ നടത്തിയാൽ കടുത്ത നടപടിയെടുക്കുമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുകയാണ്. കാറുകളിൽ 3 പേരിൽ കൂടുതൽ യാത്ര ചെയ്താലും ഉപയോഗിച്ച മുഖാവരണം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാലും 3,000 ദിർഹമാണ് പിഴ നൽകേണ്ടത്. വാഹനങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞാൽ പിഴയ്ക്ക് പുറമെ ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റുകളും പതിക്കുന്നതായിരിക്കും. വാഹനങ്ങളിൽ ഒന്നിലേറെ പേരുണ്ടെങ്കിൽ മുഖാവരണം നിർബന്ധമാണ്. കുടുംബാംഗങ്ങളിലാണെങ്കിൽ 3-ലേറെ പേർക്ക് യാത്രയാവാം. വാഹനം ഓടിക്കുന്നയാൾ മാത്രമാണ് വാഹനത്തിലുള്ളതെങ്കിൽ മുഖാവരണം വേണമെന്നില്ല. പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ കഠിന വ്യായാമം ചെയ്യുമ്പോൾ മുഖാവരണം നിർബന്ധമില്ല. വ്യായാമത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണിത്. എന്നാൽ സാമൂഹിക അകലം ഉറപ്പുവരുത്തുകയും ചെയ്യണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.